വടക്കൻ ഗാസയിലുള്ള ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കി എന്നാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ പറയുന്നത്. പലസ്തീനെതിരെയുള്ള യുദ്ധം 4ാം മാസത്തിലേക്ക് കടക്കുന്ന ഈ വേളയിലാണ് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. മധ്യ തെക്കൻ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ തകർക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്നും സൈനിക വക്താവ് ഡാനിയേൽ ഹഗാരി പറയുന്നു. ഇനിയുള്ള ആക്രമണം ലെബനോണിലേക്ക് എത്തിയേക്കാം എന്നുള്ള സൂചനയാണ് സൈന്യം നൽകുന്നത്. വടക്കൻ ഗാസ മുനമ്പിലെ ഹമാസിൻ്റെ സൈനിക പ്രതിരോധം മുഴുവനായും തകർത്തു കഴിഞ്ഞു എന്നാണ് അവർ ഇന്നലെ വൈകിട്ട് പറഞ്ഞത്. എന്നാൽ ശനിയാഴ്ച രാത്രി തന്നെ ഇസ്രയേലിൻ്റെ സൈനിക താവളത്തിന് നേരെ ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. തങ്ങൾക്ക് കിട്ടുന്ന കനത്ത തിരിച്ചടിയുടെ നാണക്കേട് ഒഴിവാക്കാനാണ് ഇസ്രായേൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്ന് ഹമാസ് വക്താക്കൾ പറയുന്നു. കാരണം അറൂറി വധത്തിനു മറുപടി എന്ന നിലയിൽ ശനിയാഴ്ച വലിയ തോതിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ കണക്ക് കൂട്ടിയുള്ള ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയത്. അതിർത്തിക്കടുത്തുള്ള മെറോൺ എയർ കൺട്രോൾ ബേസിലേക്ക് 62 റോക്കറ്റുകളാണ് അവർ തൊടുത്തുവിട്ടത്. ലെബനോൺ, സിറിയ, തുർക്കി, സൈപ്രസ്, മെഡിറ്ററേനിയൻ കടലിൻ്റെ വടക്ക് കിഴക്കൻ കരമേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള ഇസ്രായേലി വ്യോമസേനയുടെ ഓപ്പറേഷനുകൾ ഏകീകരിക്കുന്ന ദൗത്യവും ഇലക്ട്രോണിക്സ് യുദ്ധസന്നാഹങ്ങൾക്ക് അടിത്തറയാകുന്നതും ഈ മെറോൺ ബേസാണ്. അടുത്തുള്ള ദിവസങ്ങളിൽ ഹിസ്ബുള്ളക്കെതിരെ വലിയൊരു സൈനിക നീക്കമുണ്ടായാൽ തന്ത്രപ്രധാന കേന്ദ്രം ആകേണ്ടതും ഇതേ സ്ഥലമാണ്. ജനവാസ മേഖലകൾ ഒഴിവാക്കി സൈനിക കേന്ദ്രം മാത്രം ഉന്നം വെച്ചതിലൂടെ ഒറ്റയടിക്ക് വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് ഹിസ്ബുള്ള നൽകുന്ന സൂചനകൾ. പക്ഷേ ഇത്രയും നിർണായകമായ സൈനിക കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണത്തോട് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. അതിനോടൊപ്പമാണ് ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയം ആകെ കുഴഞ്ഞു മറിയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ വലിയ വാക്കേറ്റം ഉണ്ടായതായി ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IDF മേധാവി ഹെർസി ഹലേവിയും തീവ്ര വലതുപക്ഷ മന്ത്രിമാരും തമ്മിൽ നേരത്തെ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതയാണ് ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയത്. ഹമാസ് ആക്രമണത്തോടുള്ള IDFൻ്റെ പ്രതികരണം സംബന്ധിച്ച് ഹലേവി പ്രഖ്യാപിച്ച അന്വേഷണമാണ് തീവ്ര വലതുപക്ഷക്കാരനായ ദേശീയ സുരക്ഷാ വകുപ്പ് മന്ത്രി ഇത്തമർ ബെൻഗിർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ ദേഷ്യം പിടിപ്പിച്ചത്. ഇവർക്കൊപ്പം നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടിക്കാരും കൂടിയിരുന്നു. യുദ്ധത്തിൽ പെട്ടെന്ന് പ്രതീക്ഷിച്ച പോലെ വിജയം കണ്ടെത്താനാവാത്തതും ഇസ്രയേലിൽ നിന്ന് തന്നെ ഉയരുന്ന ഇത്തരം എതിർപ്പും ഹൂത്തികൾ കാരണം വ്യാപാര മേഖലയിൽ ഉണ്ടായ വലിയ തകർച്ചയും ഇസ്രയേലിനെ തളർത്തിയിട്ടുണ്ട്. അവരുടെ സാമ്പത്തിക മേഖല മുമ്പെങ്ങും ഇല്ലാത്ത വിധം തകരുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ ജാള്യം മറച്ചുവെക്കാനാണ് ഇപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കിയെന്ന് ഇസ്രായേൽ വീമ്പ് പറയുന്നതെന്ന് അറബ് മാധ്യമങ്ങൾ അഭിപ്രായപ്പെടുന്നു. ഒക്ടോബർ 7-ന് ഹമാസ് ബന്ദികളാക്കിയവരിൽ 132 പേർ ഇപ്പോഴും തടവിലാണെന്ന് ഇസ്രായേൽ പറയുന്നു. 24 പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നും അവർ പറയുന്നു. ഹമാസിനെ വടക്കൻ ഗാസയിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കിയിട്ടും എന്താണ് ഈ ബന്ദികളെ മോചിപ്പിക്കാത്തത് എന്നും ഈ അറബ് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇസ്രായേൽ ഇപ്പോഴും നിരന്തരമായ ബോംബാക്രമണങ്ങളും കര ആക്രമണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞത് 22,850 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുതിയ കണക്കുകൾ. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്: ഹമാസ് ആ പ്രദേശത്ത് ഇല്ലാതായെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യുദ്ധം വടക്കൻ ഗാസയിൽ ഇസ്രയേൽ തുടരുന്നത്? കുട്ടികളെയും സ്ത്രീകളെയും മാത്രം കൊന്നൊടുക്കാനാണോ?